11 ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗിവ് അവയുടെ റിസൾട്ടാണ് ഞാൻ ഇന്ന് അങ്ങോട്ട് അനൗൺസ് ചെയ്യുന്നത്. എന്തായാലും കുറച്ച് നേരങ്ങൾക്കകം അറിയാം ആർക്കാണ് ആ ഒരു ബ്രാൻഡ് ന്യൂ ബോൾട്ട് ക്ലാരിറ്റി 3 ലഭ്യമാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരാണ് ആ ഒരു ഭാഗ്യവാൻ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മളെ മുന്നേ ഉള്ള ഗിവ് അവയിലൊക്കെ ചെയ്ത പോലെ കമന്റ് പിക്കർ വെച്ചിട്ടാണ് ഓരോ ആൾക്കാരെയും ഞാൻ അങ്ങോട്ട് ചൂസ് ചെയ്യുന്നത്. ഒരാളെ മാത്രമല്ല, ഒരു 5 പേർ ചൂസ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലരെന്ന് വെച്ചാൽ ഈ ഗിവ് അവേ എന്ന് കേൾക്കുമ്പോൾ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവരങ്ങോട്ട് പോകും, പിന്നെ നമ്മുടെ ചാനലിലേക്ക് തിരിഞ്ഞ് നോക്കത്തേ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ റിസൾട്ട് അനൗൺസ് ചെയ്ത് വിന്നറിനെ അനൗൺസ് ചെയ്താൽ പോലും ഒരാഴ്ച കഴിഞ്ഞാൽ പോലും ഇവർ അങ്ങോട്ട് വന്ന് സാധനം മേടിക്കാനായിട്ട് റെഡി ആയിട്ട് ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാഴ്ച ഹോൾഡ് ചെയ്യും. അതായത് സെപ്റ്റംബർ 12 ഞാൻ ഇപ്പോൾ ഈ ഒരു ഗിവ് അവേ അനൗൺസ് ചെയ്യുന്നത്. എന്നാൽ സെപ്റ്റംബർ 19 ഞാൻ ഈ പറഞ്ഞ 5 പേരിൽ ആരാണോ വരുന്നത് അവർക്കായിരിക്കും. എന്നാൽ ഒന്നാമത് പറയുന്ന ആൾ, രണ്ടാമത് പറയുന്ന ആൾ, മൂന്നാമത് പറയുന്ന ആൾ, നാലാമത് പറയുന്നത് 5 വരെ ചൂസ് ചെയ്തുള്ളൂ. ഈ ഒരാഴ്ചക്കകത്ത് ഒന്നാമത് പറഞ്ഞ ആൾ വന്നില്ല, എന്നാൽ 5ാമത് പറഞ്ഞ ആളാണ് വന്നെങ്കിൽ അയാൾക്കായിരിക്കാം ഈ ഒരു സമ്മാനം കിട്ടുക കേട്ടോ. അതുകൊണ്ട് സെപ്റ്റംബർ 19 കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്നാമത്തെ ആൾ ഞാനാണ് ജയിച്ചത്, ഞാനായിരുന്നു ഒന്നാമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ ആരാണോ നിങ്ങളിപ്പോൾ ഞാൻ ഈ ചൂസ് ചെയ്യുന്ന 5 പേരിൽ ആരാണോ ആദ്യം കാണുന്നത് അവർ വന്നിട്ട് നേരെ മെസ്സേജ് അയക്കാന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി പറയാനായിട്ടുള്ളത്, ചിലർ പറയുന്നുണ്ട്, ഇപ്പോൾ പല വീഡിയോകളിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ മെസ്സേജുകൾ നോക്കിയതേ ഇല്ല, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടോ മെയിൽ അയച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ അങ്ങോട്ട് ചെയ്താൽ മതി. കാരണം ആരാണോ ചൂസ് ചെയ്യുന്നത് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് മാത്രമായിരിക്കും ഞാൻ അങ്ങോട്ട് നോക്കുന്നത്. അപ്പോൾ ഇനിയാണ് എൻ്റെ ആ ഒരു റോൾ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആയിരുന്നു ഇത്രയും നാളും. ഇനി എന്തായാലും ഞാൻ ചെയ്യേണ്ടത് ഞാൻ പക്ക അങ്ങോട്ട് ചെയ്യുന്നതുമാണ്. എന്തായാലും ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ ആ ഒരു ബോൾട്ട് ക്ലാരിറ്റി 3യുടെ വീഡിയോ അങ്ങോട്ട് ലൈക്ക് ചെയ്യാനായിരുന്നു. രണ്ടാമത് പറഞ്ഞത് യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം ചാനലും അങ്ങോട്ട് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ ബോൾട്ട് ക്ലാരിറ്റി 3നെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട ഒരു സംഭവം അത് കമന്റ് ആയിട്ട് ഇടാൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരാൾ ഈ സ്ക്രീൻഷോട്ട് എല്ലാം എടുത്ത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ജിമെയിലോ അയക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ ജസ്റ്റ് ഒരു ഹായ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അപ്രൂവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള മെസ്സേജുകൾ അയക്കാൻ പറ്റുള്ളൂ. എന്നാൽ കുറേ കൂട്ടുകാർ അങ്ങനെ ചെയ്തിട്ട് ഒരു റെസ്പോണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം നിങ്ങൾ മെയിൽ അയച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു ഹായ് എങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്ക്രീൻഷോട്ട് അതിന് ശേഷം ഞാൻ റെസ്പോണ്ട് ചെയ്യാം, അപ്രൂവ് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾ അങ്ങോട്ട് അയച്ചു തന്നാൽ മതി. പക്ഷേ ഇത്രയും കാര്യങ്ങൾ വേണം. പിന്നെ ആ ഹായ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ അനൗൺസ് ചെയ്തതിന് ശേഷം വന്നിട്ട് ഹായ് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. സെപ്റ്റംബർ 12 മുന്നേ എന്തായാലും ആ ഒരു ഹായ് ഉണ്ടെങ്കിൽ മാത്രമേ അത് അപ്രൂവ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടത്തൂല്ലേ. 100% പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാൾക്കായിരിക്കും ഈ ഒരു ഗിവ് അവേ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ആ ഒരു ചടങ്ങിലേക്ക് എടുക്കാം. എന്തായാലും സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, കൂടാതെ നമ്മുടെ ആ ഒരു ലിങ്ക് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും യൂട്യൂബ് വീഡിയോ ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുവാണ്. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ അങ്ങോട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം 7+8 15 അങ്ങോട്ട് കൊടുത്തു. അതിനുശേഷം ഗെറ്റ് യൂട്യൂബ് കമൻസ് എന്ന് പറഞ്ഞ സംഭവം കൊടുത്തു. 100 200 222 എമൗണ്ട് ഓഫ് യൂണീക്ക് കമൻസ് ആണ് ഇപ്പോൾ എന്തായാലും നമുക്ക് വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് താഴെ പോയിട്ട് കണ്ടോ, ഞാനപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. നോക്കാം ആരാണ് ആ ഒരു ആദ്യത്തെ ഭാഗ്യവാൻ എന്നുള്ളത്. സുനീഷ് ഐ നെക്സ്റ്റ് 3167 ആണ് എന്തായാലും ആദ്യത്തെ വിന്നറായിട്ട് വന്നത്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിയുടെ കമന്റ് ഉണ്ടോ, CMF ബഡ്സ് പ്രോ 2 റിവ്യൂ ചെയ്യാവോ. എന്താ പറയുക അല്ലേ, പുള്ളി ഇതിന് പകരം ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ആദ്യം കിട്ടുന്നത് ഈ സുനീഷിനായിരുന്നു. അത് പോട്ടെ, സുനീഷ് ബ്രോ സോറി. എന്തായാലും അടുത്ത ഒരാൾ ചൂസ് ചെയ്യുവാണ്. അടുത്ത അവസ്ഥ മുഹമ്മദ് ഷാൻ, വിച്ച് വൺ ബെറ്റർ, ഓപ്പോ എൻകോ എയർ 2 ഓർ ദിസ് വൺ. അതും എന്തായാലും അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബോൾട്ട് ക്ലാരിറ്റി 3ന്റെ ആ ഒരു സവിശേഷത അല്ല എഴുതിയേക്കുന്നത്. സോറി ബ്രോ. ഇനി അടുത്ത നോക്കട്ടെ. ഓക്കെ, മുനീബ് KV 9846 നോയ്സ് ക്യാൻസലേഷൻ ആൻഡ് ഡിസൈൻ സൂപ്പർ. എന്തായാലും ആദ്യത്തെ വിന്നറായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് മുനീബ് KVനെയാണ്. ബ്രോ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഉറപ്പായിട്ടും ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് ഉള്ളൂ. ഇനി ഞാൻ അതിൽ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ജിമെയിൽ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിലങ്ങോട്ട് മെസ്സേജ് അയച്ചുള്ളൂ കേട്ടോ. ഇനി എന്തായാലും അടുത്ത ആളെ നോക്കാം. ഇപ്പോൾ മുനീബ് ബ്രോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത 4 പേര് നോക്കേണ്ട ആവശ്യമുണ്ട്. ആങ്ക്ലോ AMRS ബോൾട്ട് ക്ലാരിറ്റി 3 പ്രീമിയം ഫീച്ചേഴ്സ് ടു ചെക്ക് ഔട്ട്. ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഏഞ്ചലോ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും രണ്ടാമത്തെ ആയിട്ട് ചൂസ് ചെയ്യുന്നത് ഏഞ്ചലോനെ തന്നെയാണ്. ഏഞ്ചലോ ബ്രോയോ എന്തായാലും എനിക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ചോളൂ. നോക്കാം. ഇപ്പോൾ ആദ്യത്തെ ആള് റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ, ഒരാഴ്ചക്കകത്ത് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ രണ്ടാമത്തെ ആൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത നോക്കാം. മൂന്നാമത്തെ ആളെ എബി സ്റ്റീഫൻ 50 dB ANC ഡ്യുവൽ പെയറിംഗ് ഡിസൈൻ 6 mics വർത്ത്. അപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ ഇതിനെക്കുറിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. സോ മൂന്നാമത്തെ വിന്നറായിട്ട് നമ്മൾ എബി സ്റ്റീഫനെ ചൂസ് ചെയ്യുവാണ്. എബി ബ്രോ കൺഗ്രാജുലേഷൻസ്. ഇനി അടുത്തത്
അനന്തുരാജ് 50 dB ഹൈബ്രിഡ് ഡയഗ്നോസ്റ്റിക് കൺസലേഷൻ. ഓക്കെ, അത് ഉള്ളത് തന്നെയാണ്. സോ നാലാമത്തെ വിന്നറായിട്ട് നമ്മൾ അനന്തുരാജിനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കൺഗ്രാജുലേഷൻസ് ബ്രോ. ഫസ്റ്റ്ലി എൻ്റെ കയ്യിലുള്ളത് ബോട്ട് എയർഡോപ്സ് 71 ആണ്. അത് വെച്ച് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്പെക്ക് നോക്കുവാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് കുറേ അധികം 1 2 3 4 5 കുറേ അധികം എഴുതി വെച്ചിട്ടുണ്ട്. സോ അഞ്ചാമത്തെ വിന്നറായിട്ട് നമ്മൾ റാംപേജ് 8382നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ 5 പേര് നമ്മുടെ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഉടനെ തന്നെ അങ്ങോട്ട് മെസ്സേജ് അയച്ചോളൂ. ഒരാഴ്ചക്കകത്ത് ആരാണോ മെയിൽ ചെയ്യുന്നത്, അതിപ്പോൾ ഒരാഴ്ച ഞാൻ വെയിറ്റ് ചെയ്യും കേട്ടോ. ഇപ്പോൾ ആദ്യം തന്നെ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരാണോ ഒരാഴ്ചക്കകത്ത് റെസ്പോണ്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഒന്നാമത്തെ ആൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കും. ഇനി അതല്ല, അഞ്ചാമത്തെ ആളാണ് റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ 7 ദിവസം വരെ വെയിറ്റ് ചെയ്യും. അതായത് സെപ്റ്റംബർ 19 വരെ ഞാൻ എന്തായാലും അങ്ങോട്ട് വെയിറ്റ് ചെയ്യും. 20 ആ ഒരു പ്രോഡക്റ്റ് ഞാൻ അങ്ങോട്ട് അവർക്ക് അയച്ചു കൊടുക്കുന്നതാണ്. സോ നിങ്ങൾ ഈ 5 പേര് ചൂസ് ചെയ്ത, ഞാനിപ്പോൾ ഈ ചൂസ് ചെയ്ത 5 പേരും ഉടനെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒന്ന് മെസ്സേജ് അയക്കുക. അതേപോലെ തന്നെ മെയിലും എൻ്റെ ID ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ദീപക് ജെ ബാസി. അതിലും ഒന്ന് ജസ്റ്റ് ഒന്ന് മെയിൽ അയച്ചോളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്തായാലും എല്ലാ കൂട്ടുകാർക്കും കൺഗ്രാജുലേഷൻസ് ഒരിക്കൽ കൂടി പറയുന്നു. ഇനി ഇതിനകത്ത് വന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തൊരു ഗിവ് അവേ ഉടനെ തന്നെ ഉണ്ടാവും. ഓണം വരുവാണ്. സോ ഓണത്തിനൊരു സ്പെഷ്യൽ ഗിവ് അവേ ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.